ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ കൂട്ട് ഇതൊരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അത്യാവശ്യം സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം നമ്മൾ 3-4 ദിവസമായിട്ട് സീരിയസ്ലി മടുത്തു തുടങ്ങി. 3-4 ദിവസമായിട്ട് നമ്മൾ ഈ പറയുന്ന ഈ സജന, ഫിറോസ്, പൂക്കുറ്റി ഈ അപരാധത്തിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു അപരാധം മൈൻഡിലൊന്നും അല്ല വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവറ്റകളുടെ അപരാധം ഞാൻ പിടിച്ച് റോസ്റ്റ് ചെയ്യുന്നു, കാണാൻ നിങ്ങൾക്കൊരു സന്തോഷം, ഒരു ചിരി ഉണ്ടാക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഇന്നലെ സജന കൊടുത്തതായിരിക്കണം ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിൻ്റെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയുടെ വോയിസ്. ഈ വോയിസ് എന്ന് പറയുന്നത് ഈ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഫിറോസ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടേതാണെന്ന് പറയുന്നു. സംഭവം എന്താണെങ്കിലും മറ്റേ പോഷ്കോയ്ക്കകത്ത് വരുന്ന പരിപാടിയാണ്. ഞാൻ ഈ പോഷ്കോ എന്ന് പറയുന്നത് നമുക്ക് മറ്റേ വാക്ക് അധികം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലോട്ട് യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്യുകയും നമുക്കിട്ട് പണിയുകയും ചെയ്യും. സജന ഇവിടെ കാണിച്ചിരിക്കുന്നത് വെറും വൃത്തിയായിട്ട ഒരു പരിപാടിയാണ് കാണിച്ചിട്ടുണ്ട്. ഈ വോയിസ് അയച്ചു കൊടുത്തിട്ട് ആ പെണ്ണിൻ്റെ ഐഡന്റിറ്റി വരെ പുറത്ത് വിടുന്ന രീതിയിൽ ആ വോയിസ് എടുത്ത് പബ്ലിഷ് ചെയ്തേക്കുന്നു. ഞാൻ ആ വോയിസ് ഒന്ന് വെക്കാം, നിങ്ങളതൊന്ന് കേൾക്കാതെ. ഈ മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യം വേറെ പറയാവുള്ളൂ മോനെ, എത്തിയടുത്ത വേറെ ഒന്നും കള്ളം പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളോ മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്? എനിക്കറിഞ്ഞൂടാ, പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാലോ, അത് ഇനി ഓവറായിട്ട് പോവുകയാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീഴത്തില്ല. എന്റെ കയ്യിലാണ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ കേട്ടില്ല? വെറുക്കുന്നത് മോള് അയാളെയാണ്. ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട, ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. നല്ല ആളെ കൂട്ടിന് പിടിച്ചേക്കുന്നത്. ഈ സ്ത്രീ ഈ പെണ്ണിന്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു പറയുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ കുട്ടീൻ്റെ ഐഡന്റിറ്റി വരെ ഈ സ്ത്രീ ഈ ഒരു വോയിസിനകത്തൂടെ പുറത്തു വിടുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത തരത്തിലുള്ള സംസാരമാണ്. വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് മോളെ? ആണോ? ഓക്കെ. മുസ്ലിമാ? ഓക്കെ. എന്തൊക്കെ അറിയണം? മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ? ഇക്കാമാരാണല്ലോ ഈ ചേച്ചിയുടെ വീക്ക്നെസ്. ഇക്കാമാര് 4 പേരെ കെട്ടാം, 4. അതിന്റെ ലൂപ്പ് ഹോളിൽ പിടിച്ച് നിൽക്കുകയാണ് പൂക്കുറ്റിയെ നോക്കിയിട്ട്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്തായിരുന്നടാ? ഓക്കെ, നീ വിഷമിക്കണ്ട കേട്ടോ, ഒന്നും അതിന്റെ പേര് ചോദിക്കുന്നുണ്ട്, ആ പേരെന്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും അത് ഇവിടെ വെക്കുന്നില്ല, അതിന്റെ പേരോ കാര്യം ഒന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല. ഈ കുട്ടിയുടെ ഐഡന്റിറ്റി അതിന്റെ പേരടക്കം വെളിപ്പെടുത്തിയ ഈ സ്ത്രീയെ, ഈ സജന എന്ന് പറയുന്നവർക്ക് ഇതിന്റെ കേസെടുക്കണം, സീരിയസ്ലി കേസെടുക്കണം. ഞാൻ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് ഈ കുട്ടിയുടെ സൗണ്ട് വരെ മാറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ പോലും അതിന്റെ വോയിസ് കേട്ടിട്ട് പോലും ആരും മനസ്സിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് നമുക്ക് കേൾപ്പിക്കണം. അതുകൊണ്ടാണ് ഇത് വെച്ചത് തന്നെ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് വെക്കത്തോലുമില്ല. പക്ഷെ ഇതിന്റെ പേരടക്കം വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇവരിപ്പോൾ ഈ വോയിസ് അയച്ച് മറ്റൊരു യൂട്യൂബർക്ക് അയച്ചു കൊടുത്തേക്കാണ്. അവരതുപോലെ എൻ്റെ പൊന്ന് ഷെഫീനത്ത, നിങ്ങൾക്ക് ബോധമില്ലായിരുന്ന? നമ്മളൊക്കെ കാര്യം നല്ല ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ പോയിട്ടുള്ള നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ യൂട്യൂബ് ചാനലിനകത്തൂടെ ഈ പേര് ഇങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, അതും മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പേര് ഇങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് വെറും വൃത്തിയുടെ പരിപാടിയാണെന്ന്. ഇവർക്കോ, ഈ സജന എന്ന് പറയുന്നവർക്കോ വിവരമില്ല. നിങ്ങൾ അവരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്, വോട്ടവർ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവർ കാണിക്കുന്ന പൊട്ടത്തിനനുസരിച്ച് തുള്ളാതെ നിങ്ങൾക്ക് കൂടെ അവസാനം പണി കിട്ടാൻ പോകുന്നത്. എത്ത കൂടെ ഉണ്ട്, നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് മോളുടെ ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല. ഇല്ല, പോത്തില്ല, ഒന്നും പോത്തില്ല. പേരടക്കം കൃത്യമായിട്ട് അവിടെ വീട്ടിലാരൊക്കെയുണ്ട്, ഏത് മതമാണ്, അവിടെ പേരെന്താണ്, കൃത്യമായിട്ട് എല്ലാം അങ്ങ് നല്ല ഇത്തായ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്തിക്സ് വന്ന് കണ്ടു കഴിഞ്ഞാൽ മണങ്ങും. എത്തിക്സ്, അത്രയും എത്തിക്സ് ഉള്ള വ്യക്തിയാണ് സജന 100. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട നെറികെട്ട പരിപാടി ഈ സ്ത്രീ കാണിക്കുമെന്ന് ഇതിനേക്കാളും വലിയൊരു എക്സാമ്പിൾ വേറെ ഇല്ല. എത്ത കൂടെ ഉണ്ട്, നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് മോളുടെ ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല. ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ.
ഗ്യാരണ്ടി ഇപ്പൊ മനസ്സിലായല്ലോ, ഇവിടെ ഗ്യാരണ്ടി എന്തെന്ന് മനസ്സിലായല്ലോ. ഇതാണ് സജിനയുടെ ഗ്യാരണ്ടി. ഇനി ഫിറോസിലോട്ട് വരാം. ഇങ്ങനെ ഒരു പെൺകുട്ടി ഫിറോസിന് എഗനിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആണോ, ഇവർ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുവാണോ എന്ന് നോ ഐഡിയ. കാര്യം സജിനയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. സജിന ഏത് തൊട്ടി പരിപാടിയും കാണിക്കുമെന്ന് വ്യക്തമാണ്. ഇതുവരെയുള്ള സജിനയുടെ പ്രവൃത്തി വെച്ചിട്ട് എന്ത് തൊട്ടി പരിപാടിയും സജിന കാണിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കണം, കണ്ടെത്തണം, ഫിറോസിനെ പിടിച്ചകത്തിടണം. ഇനിയല്ല ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ ഒരാളെ കുടുക്കാൻ മനഃപൂർവ്വം ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് കുടുക്കാൻ ശ്രമിച്ചതിന് ഇവരെ ഈ സജിനയെ പിടിച്ചകത്തിടണം. തൻ്റെ മകളെ വെച്ചിട്ട്, തൻ്റെ മകനെ വെച്ചിട്ട് ഫിറോസിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ഈ സജിന. അപ്പം അതാ ഞാൻ പറഞ്ഞ, എന്ത് പുഴുത്ത വർത്താനവും എന്ത് പുഴുത്ത കളികൾ കളിക്കാനും ഇവരുടെ ജയത്തിന് വേണ്ടി എന്ത് നെറികെട്ട കളി കളിക്കാനും ഇവർ മടിക്കത്തില്ല. അതുകൊണ്ട് ഇത് പോലീസ് അന്വേഷിക്കണം, ഉറപ്പായിട്ടും അന്വേഷിച്ച് ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഫിറോസ് വന്നിട്ട് മറ്റേ പറഞ്ഞ കാര്യമുണ്ടല്ലോ, മൈതാനത്തിനകത്ത് മെറ്റിലും റെഡിയാക്കിയിട്ട് നമ്മളെ വിളിക്കണം. വരും, കല്ലെറിയും, നല്ല ഏറെറിയും. എവിടാന്ന് വെച്ചാൽ കൊല്ലം ആശ്രമം മൈതാനമെങ്കിൽ മൈതാനം, ഒരു ലോഡ് മെറ്റിലും ഇറക്കിയിട്ട് വിളിച്ചാൽ മതി. ആ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കണം. എന്നിട്ട് ആൾക്കാർ നമ്മൾ വിളിച്ച് കൂട്ടിക്കൊള്ളാം എറിയാൻ വേണ്ടിയിട്ട്. ഫിറോസ് പറഞ്ഞാണല്ലോ കല്ലെറിഞ്ഞ് ഓടിച്ചോളാം. ഇത് ഉള്ളതാണെങ്കിൽ പോലീസ് നോക്കുന്ന സമയത്ത് കല്ലെറിയാൻ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നോക്കാം, അതിൻ്റെ ഇടയിൽ കൂടെ കല്ലെറിയാൻ വല്ല ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നോക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് സജിന തൻ്റെ യൂട്യൂബ് ചാനലിൽ വേറൊരു വീഡിയോ ആയിട്ട് വന്നത്. പുള്ളിക്കാരത്തി ഇതിപ്പം ഹരം പിടിച്ചു. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം മറ്റേ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ത്രില്ലാണല്ലോ, ആ ഒരു വകുപ്പാണ്. ഇതിനകത്തോട്ട് ഇന്നായപ്പോഴത്തേക്ക് അങ്ങ് ഹരം അങ്ങ് കയറി. ഇപ്പം ഡെയിലി യൂട്യൂബ് ചാനലിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷനും കാണിക്കുന്നതാണല്ലോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ വികാരങ്ങളും വിചാരങ്ങളും എക്സ്പ്രഷനും. പല ഓരോ ദിവസവും ഓരോന്നാണ്. ഇപ്പം തിങ്കളാഴ്ച രൗദ്രമാണെങ്കിൽ ചൊവ്വാഴ്ച കരച്ചിൽ, ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് അത് വേറെ രൂപം, വേറെ ഇനി നമ്മൾ കാണാത്ത പല ഭാവങ്ങളും. കൂടുതൽ ഞാൻ പറയുന്നില്ല. ആക്ട്രസ് ഇവ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സജിന നീക്കി വെച്ചിരിക്കുക. നീ എന്നാ കരഞ്ഞത്? ഈ വന്ന് കരഞ്ഞ കരച്ചിലൊക്കെ നാടകമായിരുന്നു, തനി നാടകം. ഇവർ കരഞ്ഞിട്ടില്ല. അയ്യോ, ഇത് കാണുമ്പോൾ കൊല്ലത്ത് വേറൊരു ടീംസ് ഉണ്ടായിരുന്നു, ബിഗ് ബോസിൽ വന്ന വേറൊരു ടീംസ്. അതിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഉള്ള കാര്യം പറഞ്ഞില്ല, ഏതാണ്ട് അതുപോലെയൊക്കെയാണ് സ്വഭാവം. അന്ന് ബിഗ് ബോസിൽ കിടന്ന് കാട്ടിക്കൂട്ടി ഏതാണ്ട് ഡിറ്റോ സെയിം സാധനം തന്നെ, ഇതുപോലൊക്കെ തന്നെ. സൗണ്ട് ഏതാണ്ട് ഒരുപോലെ തന്നെ, ഹെയർ സ്റ്റൈലും ലുക്ക് എല്ലാം ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെ. ഇപ്പൊ അടുത്ത കോൺട്രവേഴ്സി, അടുത്ത വീഡിയോ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടല്ലോ. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് റിജക്റ്റ് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദിയാസനയ്ക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായേ. കാരണം ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൂക്കുറ്റിയുടെയും സജിനയുടെയും വോയിസ് റെക്കോർഡ് ദിയയുടെ കയ്യിലുണ്ട്. അത് ആരയച്ചു കൊടുത്തത്? ഇവർ തന്നെ അയച്ചു കൊടുത്തത്. ഇവർ ഈ മൊത്ത സാധനവും റെക്കോർഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, വിതരണം ചെയ്യുകയാണ്. എന്നിട്ട് അവരുമായിട്ട് ഉടക്കിയ സമയത്ത് അവരെടുത്ത് ഫിറോസിന് കൊടുത്തു. അങ്ങനെ അത് പുറത്തു വന്നു. എന്നിട്ട് ദിയയുടെ കയ്യിൽ ഈ സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കടന്ന് മൂങ്ങിട്ടെന്താ കാര്യം? വേറൊന്നും എടുത്ത് അയച്ചു കൊടുത്തിട്ടില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമായിട്ട് കൂട്ടുക. എൻ്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം അത് തികച്ചും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണെന്ന് ഞാൻ അത് തുറന്നു പറഞ്ഞു. ഞാനത് എൻ്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ടുകൊടുത്ത സാധനമാണ് പുറത്ത് വന്നത്. എന്നിട്ട് അതേ ഫ്രണ്ട്സിന്റെ തന്നെ പുറകെ കൂടെ പോയിട്ട് കട്ടപ്പ കുത്തുമ്പോൾ അവരും കുത്തുമല്ലോ. അവരും ഇങ്ങനെ പ്രതിമ പോലെ ഇരിക്കത്തൊന്നും ഇല്ലല്ലോ. നിന്റെ തനി ഗുണം മനസ്സിലാക്കിയപ്പോൾ അവര് തിരിച്ച് പണിത്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം റസൂലക്ക അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ലതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അത്രയും അഗ്ലി സംസാരങ്ങൾ. അതാ പറഞ്ഞേ, നാറണ്ടേന്റെ അങ്ങേയറ്റം നാറി. അന്നേരം പിന്നെ ഇതൊക്കെ സജിനയ്ക്ക് ഒന്നും ഇല്ല. എന്തിനും തുനിഞ്ഞിറങ്ങിയേക്കുക. പാവം പൂക്കുറ്റിയായിരിക്കും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പുല്ല് എവളുമാരിനകത്ത് കിടന്ന് തൊട്ടി പൊരവും കാണിക്കുന്നത്. എന്റെ മാനം വെച്ചിട്ടാണ് ഇവളുമാരെ കളിച്ചോണ്ടിരിക്കുന്നതെന്നായിരിക്കും പുള്ളി വിചാരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ സജനയ്ക്ക് ഇനി പ്രത്യേകിച്ച് പോകാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. നാണം കെടാവുന്നതിന്റെ അങ്ങേയറ്റം നാറി. ഇനി എന്ത് നാറേ? അതുകൊണ്ട് അങ്ങ് ഇറങ്ങി ഇന്നായി. ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡാണ് ഇറങ്ങിയത്. അപ്പം ആ ദേഷ്യത്തിൽ
ഇക്ക പറഞ്ഞ കുറേ മാറ്റർ ഇത് കുറേ പഴയതാട്ടോ. ആ സമയത്ത് എൻ്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങിയ സമയത്തുള്ള സാധനം തന്നെയത്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, റസൂൽ പൂക്കുട്ടി ഇപ്പോൾ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ് അല്ല. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ വന്ന് ചെയ്യട്ടെ ഇപ്പം. അപ്പം അതിപ്പോ പൂക്കുറ്റി ചെയ്യും. ഇത്രയും നാറിയത് പോരാഞ്ഞിട്ട് പൂക്കുറ്റി ഇനി വീഡിയോയും ലൈവായിട്ട് വരും. എനിക്ക് തോന്നുന്ന കാര്യം പറയാം, പൂക്കുറ്റി ഇവര് ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുക. പൂക്കുറ്റി ഇനി വല്ല വീഡിയോയോ വോയിസോ ഒക്കെ ആയിട്ട് അല്ല ഇന്റർവ്യൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർന്ന് പൂക്കുറ്റിയുടെ കുറ്റി തെറിക്കും. അമ്മാതിരി സാധനങ്ങൾ ചിലപ്പോൾ സജിനയുടെ കയ്യിലുണ്ടാവും. പേടിപ്പിച്ച് നിർത്തിയേക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വോയിസ് പോലും അത് മുൻപ് ഈ പ്രശ്നങ്ങളൊക്കെ കൊഴുത്തു വരുന്ന സമയത്ത് ഇവരെ വിളിച്ച് സംസാരിച്ച കാര്യമാണ്. അന്ന് പോലും ഇവർ വിചാരിക്കുന്നില്ല ഇതൊക്കെ മീഡിയാസിന്റെ കയ്യിലോട്ട് ലീക്കായി പോവും, ഇത് നാട്ടുകാർ ചർച്ച ചെയ്യും എന്ന് ആരും വിചാരിക്കുന്നില്ല. അപ്പോൾ പൂക്കുറ്റിയുടെ ഈച്ച് ആൻഡ് എവറി ഐറ്റംസും സജിനയുടെ കയ്യിൽ ഉണ്ടെന്നാണ് എൻ്റെ ബലമായ സംശയം. ഒരാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ സ്ത്രീയാണ് ഇവര്, അതും പണം മോഹിച്ച്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? മറ്റേ ആളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തെളിവുകൾ ഉണ്ടാക്കുക. ചിലപ്പം വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ടാവും പലതിൻ്റെയും. പൂക്കുറ്റി അനങ്ങി കഴിഞ്ഞാൽ പൂക്കുറ്റിയുടെ കുറ്റി തെറിക്കുന്ന തരത്തിലുള്ള ഐറ്റംസ് ഇറങ്ങും. അതുകൊണ്ട് പൂക്കുറ്റി വരുമെന്ന് തോന്നുന്നില്ല. പൂക്കുറ്റി അനങ്ങൂല, പൂക്കുറ്റി പെട്ടിരിക്കുകയാണ്. അല്ല, പണ്ട് നമ്മൾ ആപ്പിന്റെ ഇടയിൽ സുനാവട്ട കൊരങ്ങന്റെ കഥ കേട്ടിട്ടില്ലേ? ആ അവസ്ഥയിൽ ഇരിക്കുവോ പൂക്കുറ്റി? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറേ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ചിന്തിക്കുന്ന ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ടല്ലോ, അത് പിന്നെ ഇവര് തന്നെ ഇതൊക്കെ ലീക്കാക്കുന്നത്. എന്നിട്ട് വന്നിട്ട് പണയുന്നതിന്റെ ഒരു ഉളുപ്പ് വേണ്ടേ? വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ കുറേ തെളിവുകൾ, ഇതെല്ലാം ഇവളുമാർ കയ്യിലുണ്ട്. ദിയാസന, ആൻമരിയ, പിന്നെ ഇതൊക്കെ ആരയച്ചു കൊടുത്തത്? നിങ്ങൾ തന്നെയല്ലേ? വീണ നായർ ഇതുപോലെ എന്നെ ഓരോ ദിവസം വിളിച്ചിട്ട് തന്നെ ഇതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാത്തത് വീണ നായർ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫിറോസ് ഖാൻ, ഓഫ്കോഴ്സ് ഫിറോസ് ഖാൻ്റെ കയ്യിൽ പുതിയ അപരാധം യൂണിവേഴ്സിലോട്ട് എൻട്രി എടുക്കാൻ വീണ നായർ നോക്കി നിൽക്കുകയാണോ? എന്റെ പൊന്നി ചേച്ചി, ഇങ്ങോട്ടൊക്കെ വരല്ലേ. ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്കില്ല. അതുകൊണ്ടാ. പിന്നെ ഒരു മീഡിയക്കാരൻ പയ്യൻ്റെ കയ്യിൽ ഞാൻ അവനിപ്പം പിടിച്ചിരുന്നില്ല. സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം ഞാൻ വെളിയെടുത്തു. അങ്ങനെ ഞങ്ങളിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പം ഈ വോയിസ് റെക്കോർഡ് ഇറങ്ങിയത് വീണ്ടും ഞാൻ പറയുന്നു, ഇനിയും ഇടയിൽ പലതും ഉണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് എന്നെ കേൾപ്പിച്ചപ്പോൾ ഉള്ള ട്രിഗറിലാണ് ഞാൻ ഇക്കാലത്ത് നടന്ന ആർഗ്യുമെന്റ്, ഞങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ആദ്യം കേട്ട വോയിസ് റെക്കോർഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് മൊത്തം എത്ര ആർഗ്യുമെന്റ്, എത്ര വഴക്കമുണ്ട്. പൂക്കുറ്റി പെട്ട് ജീവനും കൊണ്ട് ഓടിയതട്ടെ ഇവരുടെ ഇന്ന് കളിച്ച് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് അല്ലേ ഇവര്? അതായത് നെക്സ്റ്റ് എൻ്റെ അത്രയും പ്ലാനിങ് ഒന്നുമില്ല. അവർക്ക് മനസ്സിലായി, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് മൊത്തം തിരിഞ്ഞടിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അത് അന്ന് അവരത് റെക്കോർഡ് ചെയ്ത് വെച്ചില്ലായിരുന്നെങ്കിൽ ദിയാസനയ്ക്ക് വായിലിങ്ങനെ ഇരിക്കേണ്ടി വന്നേനെ. ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ ഇതിനകത്ത് ആക്കണമെങ്കിൽ ഇവർക്ക് ഞങ്ങളുടെ തക്കതായ വാശിയുണ്ടല്ലോ, ദേഷ്യമുണ്ടല്ലോ. അതിനുള്ള കാരണമാണ് ഞാൻ വീണ്ടും പറയുന്നത്. അവരടുത്തൊന്നും അല്ല, എൻ്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തർക്കിച്ചതും എൻ്റെ വീട്ടിൽ അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പറഞ്ഞ എൻ്റെ ദിയയ്ക്കുള്ള ദിയാണ് ഇവരെല്ലാം ഈ കേന്തി എന്ന് പറയുന്ന വാക്ക് കൊല്ലക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ കൊല്ലമാണെങ്കിലും സോറി, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നത്. അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് ഈ പറയുന്ന ഇവരതൊക്കെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. എന്തിന്? ഭീഷണിപ്പെടുത്താൻ വേണ്ടി. ദിയാസന അല്ലെങ്കിൽ ഈ ആൻമരിയ ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസ് അല്ല, അവര് റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസ് അല്ല പുറത്തു വന്നത്. സജിനയും പൂക്കുറ്റിയും തമ്മിലുള്ള സംഭാഷണം സജിന റെക്കോർഡ് ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്ത സാധനമാണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചതാരാ? ശരിക്കും സജിനയാണ്. അപ്പൊ സജിനയുടെ ഉദ്ദേശമാണ് നമുക്ക് അറിയേണ്ടത്. ഈ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനങ്ങൾ ആരെ ഭീഷണിപ്പെടുത്താനായിരുന്നു? ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. മറ്റേ 3 കോടിക്ക് വേണ്ടിയിട്ടായിരുന്നോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്? ഇവർക്കറിയാം ഈ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക, മീഡിയ വിളിക്കുക, പൂക്കുറ്റിയെ നാണം കെടുത്തുക, പൈസ തന്നില്ലെങ്കിൽ. ഇതാണ് ഇവരുടെ പ്ലാൻ. ഇതാണ് ഇതുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം വേറൊന്നുമല്ല, ഇത് നേരത്തെ പറഞ്ഞതിലപ്പുറം ഒന്നും എനിക്കിത് ഈ വീഡിയോക്ക് അത് എക്സ്പ്ലനേഷൻ പറയാനേ ഇല്ല. വായ്ത്താളം മാത്രം, ഉള്ളി വായ്ത്താളം. ബാക്കില്ലായിരുന്നു എങ്ങനെ ജീവിച്ചേനെ? പിന്നെ നീ ഇനി പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു ദിയ, നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്റ്റ് മാറ്റണ്ട. നീ ഇപ്പോൾ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാനില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു അവൾ വരാം, ചെക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. എൻ്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്.
ദിയ നിന്നെ പിന്നെ ആരെ കേൾപ്പിക്കാനാണോ പറയുന്നേ? അവരെ കേൾപ്പിക്കാനാണ് അവരുടെ ഫോൺ നമ്പർ നിന്റെ ഉണ്ടല്ല, വിളിച്ചങ്ങ് പറഞ്ഞാൽ പോരെ. യൂട്യൂബിനകത്ത് വന്നിരുന്നിട്ട് ക്യാമറയും തുറന്ന് വെച്ചിട്ട് വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പണയുകയാണ് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല പണയുന്നതെന്ന്. അടിച്ച് ബോധവും പോയാ. മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണോ ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. അത് ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കാനോ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനല്ല, ദിയയ്ക്ക് മനസ്സിലാക്കാൻ ഞാൻ അതുവരെ ഇവിടെ അറിയുന്നുണ്ട്. അപ്പം ദിയയുടെ വ്യക്തമായിട്ട് പറയുക ദിയാസന, 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും ഡോക്ടറിനെ വിളിച്ച് നോക്കുമ്പോൾ ഈ ഡേറ്റ് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. ഫെബ്രുവരി 12, ഇന്ന് ജൂൺ 20. അപ്പം ഫെബ്രുവരി 12-ന് ഇവരുടെ വീട്ടിൽ പോയിട്ട് ദിയാസന ഈ സാധനം അടിച്ചു എന്നുള്ളതാണെന്ന് തോന്നുന്നു പറഞ്ഞു വന്നേക്കുന്നത്. അതുപോലെ ഫെബ്രുവരി 12, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം 120 ദിവസം. മുടിയെടുത്ത് ടെസ്റ്റ് ചെയ്താൽ പോലും 90 ദിവസം എങ്ങാണ്ടേ പറ്റത്തോളം തോന്നുന്നു ഈ സാധനം കണ്ടുപിടിക്കാൻ. അടിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം പരിശോധനിച്ചാൽ അതൊന്നും ഇത് കിട്ടൂല. മൂത്രം പരിശോധനയൊക്കെ എനിക്ക് 1 ആഴ്ച 2 ആഴ്ച എങ്ങാണ്ടേ ഉള്ളായിരുന്നു. മുടിയാണെന്ന് തോന്നുന്നു 90 ദിവസം നമുക്ക് പറ്റുന്നത്. അന്നേരം ഇപ്പം 4 മാസമായ സ്ഥിതിക്ക് നോക്കട്ടെ, അതെ 90 ഡേയ്സാ. അപ്പം 4 മാസമായ സ്ഥിതിക്ക് വിളിക്കാമല്ലോ. മനസ്സിലായോ? രക്ഷപ്പെടാം. ഇപ്പം ഈ അടുത്തിടയ്ക്കെങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിൽ പൊക്കും. ഈ യൂണിവേഴ്സിലുള്ള ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ ദിയാസനെ ആണെങ്കിലും ഈ പറയുന്ന സജിനെ ആണെങ്കിലും ഇത് കേട്ടോണ്ടിരിക്കാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾ നമ്പർ 1, എത്ര കൺവിൻസിങ് ആയിട്ട് പറഞ്ഞാൽ പോലും പ്രൂഫ് വെക്കാത്ത പക്ഷം എവറ്റകളെ വിശ്വസിക്കാൻ പാടില്ല. റൂൾ നമ്പർ 2, പ്രൂഫ് വെച്ചാൽ പോലും അതും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ച വെള്ളത്തിൽ എവറ്റകളെ വിശ്വസിക്കരുത്. സ്വന്തം ജീവിതത്തിൽ പറ്റിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീംസാണ്, പ്രത്യേകിച്ച് സജിന. അപ്പൊ പിന്നെ ജനങ്ങളെ പറ്റിക്കാൻ വലിയ പാടൊന്നുമില്ല. പൂക്കുറ്റിയെ ഊഹിക്കാൻ വേണ്ടിയിട്ട് 3 തവണ ഗർഭിണിയായിട്ടുണ്ട്. അതിനകത്ത് വോയിസ് റെക്കോർഡിനകത്ത് ഇന്നലെ പൂക്കുറ്റിയും പറയുന്നുണ്ട് ഫസ്റ്റ് ടൈം നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചു എന്ന്, നിർബന്ധപൂർവ്വം. അപ്പൊ അത്രയും പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. തേൻകടിയൊന്നും ഇതിന്റെ 7 അയലത്ത് വരില്ല. ഇപ്പൊ സജിനെ വന്നിട്ട് ഇങ്ങനെ പറയാണ് ഫെബ്രുവരി 12-ന് ഇന്ന സ്ഥലത്ത് ഡോക്ടർ വിളിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കും, ഓക്കെ ഇത്ര ക്ലിയർ ആയിട്ട് ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഫെബ്രുവരി 12 ഒക്കെ ചുമ്മാതായിരിക്കും. ചിലപ്പം ആളുകളെ പൊട്ടന്മാരാക്കുമായിരിക്കും. ദിയാസനെ അടിച്ചെന്നോ അടിച്ചില്ലെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അടിച്ചിട്ടുള്ള വ്യക്തി ഒരിക്കലും വന്ന് പറയില്ലല്ലോ അടിച്ചെന്ന്. അടിച്ചില്ലെന്നല്ലേ പറയത്തുള്ളൂ. മോളെ ഒരു 3-4 വർഷം എന്റെ അറിവിൽ ഞാൻ ചോദിച്ചത് 3-5 വർഷം 6 വർഷം എത്ര വർഷം ഇത് കാണും ഹെയറിൽ ഇത് 3-4 വർഷമോ? ഈ പുല്ലടിച്ചു കഴിഞ്ഞാൽ 4 കൊല്ലം എയർ വെച്ച് ചെക്ക് ചെയ്താൽ കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും നിന്റെ അടുത്ത് ആരിതൊക്കെ പറയണേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത 1 കൊല്ലം പറയുന്നുണ്ട്. അപ്പം ഈ സാധനം പുള്ളിയിൽ നിന്ന് പോകത്തില്ല മോളെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നീ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് എവിടെയാണ് വരേണ്ടത്? സജിന ചേച്ചിയും വരാം. സജിന ചേച്ചിയുടെ ബ്ലഡും ടെസ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹെയർ എടുത്ത് ചെക്ക് ചെയ്യണ്ടേ? അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിന്റെ കൂടെ നിന്ന ആ പയ്യനും നീയും കൂടെയാണ് ചെയ്തത്. ആ പയ്യനെ ഞാൻ വിളിച്ചിരുന്നില്ല അതിനകത്ത്. പിന്നെ ബിഗ് ബോസ് താരങ്ങൾ 2 പേര് അവരും ഇത് സാക്ഷിയാണ്. അവരെയും നിർബന്ധിച്ചതാണ് നീ. എൻ്റെ മക്കൾ സത്യം അവർ കഴിച്ചിട്ടില്ല, അവരും ചെയ്തിട്ടില്ല ഇത്. പക്ഷെ ഇവള് നിർബന്ധിച്ചപ്പം അവരത് പറഞ്ഞല്ലോ, ഞങ്ങളിതെല്ലാം നിർത്തിയിട്ട് കുറെ കാലമായെന്ന് അവർ പറഞ്ഞത്. അപ്പം ദിയാസന ഇത് പറഞ്ഞില്ലേലും അവരുടെ മനസ്സിലുണ്ടല്ലോ ഇവൾ ഇത്ര വലിയ കള്ളിയാണെന്നുള്ളത്. പിന്നെ നീ പറഞ്ഞത് നീ ആണെങ്കിൽ നീ ഈ സാധനത്ത് നീ ചെയ്തില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പൊ ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാ ടെസ്റ്റ് ചെയ്ത് കാണിക്കും മോളെ. നീ ആരാണെന്ന് തെളിയിക്കും മോളെ. ലോകം നിന്നെ എനിക്കത് പറയാനുള്ളത്. ദിയാസന ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ, തെളിയിക്കൂ. ഇത്രയും വെല്ലുവിളിക്കുന്നല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്ലിനിക്കിൽ പോയിട്ട്, നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കാണിക്കൂ. ഇത്രയും വെല്ലുവിളിക്കുന്നില്ലേ? ഒരുത്തെ പിടിച്ച എത്ര പേരിനകത്ത് തൂങ്ങുന്നറിയോ? അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് കാണും. സർ എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുക, ഇവളുടെ കോൾ റെക്കോർഡും അവളെ കോൾ ലിസ്റ്റും എടുക്കണം. അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മാഫിയകളെല്ലാം വെളി വരും. കാരണം ഇവള് കോൾ വിളിക്കുന്നതും ഇവള് കച്ചവടം ചെയ്യുന്ന എല്ലാത്തിൻ്റെ ആൾക്കാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഇവളെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഫോളോ ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അതും ഈ പറയുന്ന നിയമ നടപടികൾ എടുക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സജന വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വോയിസ് കേൾക്കാനും. ഓക്കെ, ബൈ ബൈ.
അരങ്ങേറി ഹരം പിടിച്ചു പോയി. ഇനി രക്ഷയില്ല. ഇനി എന്തൊക്കെ പുറത്ത് വരുമോ എന്തോ. അപ്പൊ ഇതിന് ഒരു റിപ്ലൈ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറയുന്നത് കൂടെ വെക്കാം, വെറുതെ വന്നേല്ലേ, കേട്ടിട്ട് പോവാം. ഹലോ ഗൈസ്, സജന ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ്, അയ്യോ അവർ പാവങ്ങൾ, വീട്ടിൽ വന്ന പയ്യൻ, അയ്യോ അവർ പാവങ്ങൾ. എന്തൊരു മാനിപ്പുലേഷനാന്ന് നോക്കിയേ. ഇപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇല്ലേ? കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളൊക്കെ ഇതെന്താ ഇവള് പറയണത് എന്താന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം. ഇതെന്താ ഇവള് ചെയ്തുകൊണ്ടിരിക്കണെന്നുള്ള ആകെ മൊത്തത്തിലുള്ള കൺഫ്യൂഷനാണ് എല്ലാ ആൾക്കാരും. എല്ലാ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയും പിടിച്ച് ഇടുന്ന പോലെ ആയിപ്പോയില്ലേ. പലരും പല പിള്ളേരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അത്ര, ഇത് എന്താ ഇവക്ക് ഇങ്ങനെ. ഓൾമോസ്റ്റ് ആളുകൾക്ക് മനസ്സിലായി ഏകദേശം ഈ കൊച്ചിന് മാനസികമായിട്ട് എന്തെല്ലോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവളുടെ ഇവള് വെല്ലുവിളിച്ചിട്ടിരുന്ന് പറയുന്നു എന്തെന്ന്, ഏതോ ഡോക്ടർ പോയി കണ്ടു 3 മാസം മുമ്പേ, ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു 3 മാസം വരെയുള്ള റിപ്പോർട്ട് എടുക്കാന്ന്. അപ്പൊ ഇനിയിപ്പം ഞാനിനി റിപ്പോർട്ട് എടുത്തുകൊണ്ടൊന്ന് നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എന്റെ മേലിൽ അറ്റാക്ക് ഇടാമല്ലോ. ഇവിടെ എന്തൊരു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറടേ, ഏത് ടെസ്റ്റിന് വേണമെങ്കിലും റെഡിയടേ. പക്ഷെ നിന്റെ പിന്നെന്താണ്, ചെയ്ത് വിട് കൂടെ ഇല്ല. കാരണം ഞാൻ ഇപ്പൊ പോലും പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് 8 to 10 ദിവസം വരെ കിട്ടുമെന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്ന ഇൻഫർമേഷൻ. ഞങ്ങളിപ്പോ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇവിടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിടുന്നത് ചോദിച്ചാൽ ആ ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ നിന്റെ മറ്റേ റസൂൽ പൂക്കുട്ടിയുടെ മാമാടെയും കൊച്ചാപ്പാടെയൊക്കെ മക്കളായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നീ പലതും കിടന്ന് ചെയ്യും. ഞാൻ സീരിയസ്ലി പറയണേ സജിന, നീ കിടന്ന് വെപ്രാളപ്പെടണ്ട, നീ ഒന്ന് റസൂൽ പൂക്കുറ്റിക്ക് ഇത്ര പിടിപാടാ. എനിക്കത് ഈ ദിയാസന, ഞാനൊരു കാര്യം പറയാം, ദിയാസന ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട്. കാര്യം ഇത് ഫസ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ വന്ന് പറഞ്ഞ കാര്യം എന്താണ്, ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഫേക്ക് ആണെന്നും പറഞ്ഞിട്ട് പല അലിഗേഷനുമായിട്ട് എൻ്റെ അടുത്ത് വരും. ഇപ്പൊ വന്നിട്ട് പറയുന്നു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ റസൂൽ പൂക്കുറ്റിയുടെ മാമാന്റെ കൊച്ചാപ്പാന്റെ ഇതാണ്. റസൂൽ പൂക്കുറ്റിയാണ് ഇവിടുത്തെ ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇത്രയ്ക്കുള്ള പിടിപാട് റസൂൽ പൂക്കുറ്റിക്കുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറെ കാലമായിട്ട് ഈ സോഷ്യൽ വർക്കർ ബാനറിൽ നടക്കുമല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങൾക്ക് അതിനുള്ള പിടിപാടില്ലേ? ഒരു ടെസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പൂക്കുറ്റി വന്ന് എത്തി നോക്കുവോ? എനിക്കെന്താ മനസ്സിലാവാത്ത. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നതിനെ. പോയി ടെസ്റ്റ് ചെയ്ത് കാണിക്കുക. അവർ വന്ന് വെല്ലുവിളിക്കുമ്പോ ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ നോക്കുക. കാരണം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിനക്ക് പറ്റില്ല. കാരണം എന്റെ മൂട്ടി തീ പിടിച്ചോളെ. റസൂൽ പൂക്കുട്ടി പെട്ടു. ദിയാസന വന്ന് റസൂൽ പൂക്കുട്ടിയുടെ കാര്യങ്ങളും കൂടെ ഇനി അപ്ഡേറ്റഡ് ആക്കാൻ തുടങ്ങി. നീ കേസോ കൂട്ടമോ എന്താന്ന് വെച്ചാൽ അയക്കോ, എനിക്ക് അഗെയിൻസ്റ്റ് ആണ് നീ സംസാരിച്ച് തുടങ്ങിയത്. അവിടെ നിന്ന് ഞാൻ വാലിഡ് ആയിട്ടുള്ള കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നീ പറഞ്ഞല്ലോ നീ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ ആരോടാ ഇത് പറയുന്നത്? ആൻമരിക്ക് അയച്ചു കൊടുത്തു, ആൻമരി നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ എത്ര ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്? ആൻമരിക്ക് അയച്ചു കൊടുത്തതോടൊപ്പം തന്നെ അച്ചായന് അയച്ചു കൊടുത്തിട്ടില്ലേ? ഇനി ആളുകളുടെ പേര് വേണം. എന്താന്ന് ഞാൻ പറയാത്തതെന്നറിയാവോ? നീ അയച്ചു കൊടുത്ത ആളുകളുടെ പേര് പറയാത്തത്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പേര് വരുമ്പോൾ അടുത്ത് അവർ വേറെ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് നീ വരും. എത്ര മനുഷ്യരാണെന്നറിയാവോ ഇതിനകത്ത് പെട്ടുപോകുന്നത്? റോഷ്നിയുടെ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, ഇവർ പരസ്പരം രണ്ടു കൂട്ടരും ഇവരുടെ മുകളിൽ വരുന്ന ആരോപണങ്ങൾ അത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. മറ്റൊരു ആരോപണം അവരുടെ തലയിലിട്ടിട്ട് മറ്റേതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ദിയാസനയുടെ മുകളിലോട്ട് ഈ ഡ്രഗിന്റെ ഈ മരുന്നടിയുടെ ഒരു ആരോപണം വന്നു. അപ്പൊ ദിയാസന ചെയ്യുന്നത് എന്താണ്, റസൂൽ പൂക്കുറ്റിന്റെയും ഇവരുടെയും കൂടെ വോയിസും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തു വിട്ടിട്ട് അതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. സജിന എന്താണ് ചെയ്യുന്നത്, സജിനയ്ക്ക് മുകളിലോട്ട് വന്ന ആരോപണങ്ങൾ ഈ റസൂൽ പൂക്കുറ്റിയുടെ സാധനമാണ്, അതാണ് സജിനയ്ക്ക് മുക്കേണ്ടത്. അതിന് പകരം മറ്റാരോപണങ്ങൾ ബാക്കിയുള്ളവരുടെ തലയിലോട്ട് ഇടുന്നു. ഒന്ന് ഫിറോസിന്റെ തലയിലോട്ട് ഈ പറഞ്ഞ 17 വയസ്സിന്റെ അടുത്തിട്ടു, ഒരു വോയിസും വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കഴമ്പുള്ളതായിരിക്കും, കഴമ്പില്ലാത്തതായിരിക്കും. ദിയാസനയുടെ മുകളിലോട്ട് ഈ പറയുന്ന മരുന്നിന്റെ ആരോപണം വെച്ചു. ഇപ്പം ഇവരുടെ നിരപരാധിത്വം അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുള്ള ശരി തെളിയിക്കാൻ ഒരു വ്യക്തികളും ശ്രമിക്കുന്നില്ല. ഇവർ പരസ്പരം അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഇവരുടെ മുകളിലോട്ട് വന്ന ആരോപണങ്ങൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മൂടിക്കളയാൻ വേണ്ടിയിട്ട് മറ്റൊരു സാധനം എടുത്തിടുകയാണ്. ഇത് കാണുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത് ഇവറ്റകൾ എല്ലാം പഠിച്ച കള്ളികളാണ്, എല്ലാം ലോക ഉടായ്പകളാണെന്ന്. ഇപ്പൊ സംസാരം നടക്കുന്നുണ്ട്. അവളെ പറ്റിയിട്ട് നീ എന്തോരം വൃത്തികെട്ട അലിഗേഷൻസാ പറയുന്നത്. അവള് കുറെ സാധനങ്ങൾ അവളത് വരുന്നുണ്ട്. അപ്പം നീ അതിനെ ഏറ്റുപിടിച്ചു. എന്തോ നിന്നെ കൊണ്ടുപോയി എന്തൊക്കെ ആക്കി എന്നുള്ളതല്ലേ, അതൊക്കെ വരും. പുറയിൽ തന്നെ വരുന്നോളൂ. അതൊക്കെ അവര് നോക്കിക്കോളൂ. എനിക്കറിയില്ല ഈ ആൾക്കാരെ പോലും, കാറ്റഗറി പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ വരും. ഇന്നലെ ഒരു കൊച്ച് ഇൻബോക്സിൽ വന്ന് പറഞ്ഞു ദുബായിൽ പോയ സമയത്ത് അവരുടെ കൊളാബറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഏതോ ബ്യൂട്ടി പാർലർ ആരെ പറ്റിച്ചു എന്ന്. പയ്യന്മാരെ കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ദിർഹംസ് ഒക്കെ കുറെ കൊടുക്കാനുണ്ട് ഇത്ര.
എന്തൊക്കെയാ നിന്നെ പറ്റിയിട്ട് കേൾക്കുന്ന കഥകൾ. നീ ദുബായ് കഥകൾ കുറെ ഞാനും കേട്ടു. എൻ്റെ അടുത്തും കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു പറഞ്ഞു. ഉള്ളതാണോ എന്ന് അറിയത്തില്ല, തെളിവൊന്നും ഇല്ലാത്തതിന്റെ പേര് ഞാനതൊന്നും പറയാനും നിൽക്കുന്നില്ല. എല്ലാം മുക്കാൻ വേണ്ടിയിട്ട് നിന്റെ റസൂൽ പൂക്കുറ്റിയുടെയും വിഷയം മുക്കാൻ വേണ്ടിയിട്ട് നീ ഓരോരുത്തരുടെ മണ്ടയിൽ ഓരോന്ന്. ദിയാസനയ്ക്ക് ഇതൊന്നും പുത്തരിയല്ല. ഞാൻ ഉള്ളൊരു കാര്യം പറഞ്ഞുതരാം മോളെ അടുത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇവിടുത്തെ പോലീസ് അതോറിറ്റി ആയിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിയിലുള്ള മനുഷ്യരൊക്കെ എന്നെ പറ്റിയിട്ട് അറിയാം. ഇനി എന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കൂല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ പോലും 5000 മുതൽ 10000 രൂപ വരെയൊക്കെ ഈ ടെസ്റ്റിനോ അതും ഇതിനൊക്കെ റിപ്പോർട്ടിനാവുമെന്ന് വിചാരിച്ചിട്ട്. ഇനി അത് വേണമെങ്കിലും മുടക്കിയിട്ടും എനിക്കത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നീ വെല്ലുവിളിക്കുന്ന രീതികളും നിന്റെ ഫ്രസ്ട്രേഷനും നിന്റെ ആക്രാന്തവും നിന്റെ വെപ്രാളമൊക്കെ ഉണ്ടല്ലോ, നിന്റെ റസൂൽ പൂക്കുറ്റിയെ നിന്നെ സംരക്ഷിക്കാനുള്ള കവചമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ 10 പേരെ ഇട്ട് കൊടുത്താലും ശരി. എന്നെ സജിന നൂറെ ദിയാസന പറയാണ്, ഒരു ചുക്ക് സംഭവിക്കൂല. ഇതവിടെ കല്ല് പോലെ ഇരിപ്പുണ്ട്. മെനിഞ്ഞാന്ന് നിന്റെ ആരോപണം കൊണ്ട് ഞാൻ ഫേസ് ചെയ്തത് 24 hours. എനിക്കിനി പേടിയില്ല. നോ ഇഷ്യൂ. ഓക്കെ, ആളുകൾക്ക് തട്ടിക്കളിക്കാനൊരു യന്ത്രം കൂടിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും കണ്ടന്റ് മതി, അതുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതുകൊണ്ടിട്ട് നീ ഇനി എന്തായി വന്നാലും വീണ്ടും സജന നൂറേ ദിയാസന ഇവിടെ തന്നെ ഉണ്ട്, എന്തിനും തയ്യാറാണ്. പക്ഷെ നിന്റെയോ നിന്റെ റസൂൽ പൂക്കുട്ടിയുടെ അതോറിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലുകളോ ഒരു ക്ലിനിക്കുകളിലോ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, അത് ബന്ധപ്പെട്ട അധികാരികളായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഐ വിൽ ഡു, ഉറപ്പായി. പിന്നെ നിങ്ങളെ ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ആരെങ്കിലും അയക്കണോ ഇനി? VD സതീശന്റെ അടുത്ത് പറ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അടുത്ത് പറ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 പേരെ വീട്ടിലോട്ട് അയക്കാൻ വേണ്ടിയിട്ട്. താല്പര്യമില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ അവർ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. നിങ്ങളുടെ നിരപരാധിത്വം, നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളാണ്. അല്ലാതെ നമ്മൾ ജനങ്ങൾക്ക് എന്താ? നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് എന്താ? പോകുന്ന മാനം ആരുടേതാ? നിങ്ങളുടെ മാനമാണ് പോകുന്നത്. ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. ദിയാസന പറയുന്ന വെച്ചിട്ട് ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഗവൺമെന്റിന് ആളെ വിടണം എന്നുള്ള രീതിയില്ല. കേരളത്തിലുള്ള ക്ലിനിക്കിലെല്ലാം പൂക്കുറ്റി കയറി നിരങ്ങ് കാണുന്നു, പൂക്കുറ്റിയുടെ കുറ്റിയാണ് അവിടെ ഉണ്ടെന്ന്. അതൊക്കെ വല്ലാത്ത മുടന്ത ന്യായങ്ങളാണ് ദിയാസനെ. നിന്റെ മാനിപ്പുലേഷൻ എന്താ? നീ എന്താ ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പേന്ന് അത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കറിയൂടാ. ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പേ, 10 മാസം മുമ്പേ, 1 വർഷം മുമ്പേ, 1.5 വർഷം മുമ്പേ, 2 വർഷം മുമ്പേ, 5 വർഷം മുമ്പേ, 10 വർഷം മുമ്പേ, നീ എന്തെടുത്താലും ശരി തന്നെ. ഞാൻ ആ ചാലഞ്ച് തയ്യാറാണ്. ആ ചാലഞ്ചിന് ഞാൻ തയ്യാറാണ്. അപ്പോൾ പിന്നെ അത് ചെയ്ത് കാണിക്കുക. അതല്ല, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മാനം നിങ്ങൾ തിരിച്ചു പിടിക്കുക. ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്ന സമയത്ത് അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അവിടെ നിങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. ഈ അളിഞ്ഞ യൂണിവേഴ്സിലോട്ട് ആരും കാലെടുത്ത് വെക്കാൻ മടിക്കുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ. വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ തലയിലോട്ട് ഇങ്ങനെയുള്ള ഓരോന്ന് വരും, വന്ന് വീഴും. ചിലപ്പം അവർ ചെയ്തിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ അവർ ചെയ്യാത്തതായിരിക്കാം. അതുകൊണ്ടാണ് ഇവരൊക്കെ നല്ല രീതിയിൽ സൗഹൃദത്തോടെ നിന്ന സമയത്ത് ചെയ്തു കൂട്ടിയ പല തൊട്ടിത്തരങ്ങളും കാണും. ഇതൊക്കെ വന്നിട്ടില്ല, അവർ വിളിച്ചു പറയും സജിന അതിന് ഒരു നാറായിനി ഒന്നുമില്ല, ഞാനോ നാറി, ഇനി മൊത്തം അടലോടെ നാറ്റിച്ചിട്ടേ പോകൂ എന്നുള്ള സെറ്റപ്പിലാണ് സജിന നിൽക്കുന്നത്. പൂക്കുറ്റി ഇപ്പൊ പേടിച്ച് ഏതോ കട്ടിലിന്റെ അടി കയറി ഇരിക്കുകയാണെന്നാ തോന്നുന്നത്. പുള്ളിയുടെ പൊടി പോലും ഇല്ല. ഇനി അങ്ങനെ പൊങ്ങണമെങ്കിൽ വല്ല ഫിലിം അക്കാഡമിയുടെ എന്തെങ്കിലും പ്രോഗ്രാം വരണം, എന്നാലേ പൊങ്ങും. അപ്പൊ ഇതൊക്കെയാണ്, കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ബൈ.